ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ മിക്സ്ചറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിനി മിക്സ്ചർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. കൂടെ 2 കപ്പ് കടലമാവ് കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് 2 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. കൂടെ 1/2 സ്പൂൺ കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ മുളക് പൊടി, കായപ്പൊടി ഇതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിൽ നിന്ന് കുറച്ച് പൊടി മാറ്റി വയ്ക്കണം, നമുക്കത് പിന്നീട് ബൂന്തി ഉണ്ടാക്കാനായിട്ടാണ്. ബാക്കി പൊടിയിലേക്ക് വെള്ളവും എണ്ണയും ചേർത്ത് കൊടുത്ത് നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ മാവ് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കുഴയ്ക്കുമ്പോഴേക്കും കടലമാവ് കയ്യിലൊട്ടാൻ സാധ്യതയുണ്ട്. കുറച്ച് എണ്ണ കയ്യിൽ പുരട്ടി കൊടുത്താൽ അധികം ഒട്ടാതെ തന്നെ നമുക്കിത് കുഴച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ എണ്ണ ചേർക്കുമ്പോഴേക്കും ഫ്രൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന എണ്ണ തന്നെ ചേർക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് സേവ് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഇടിയപ്പത്തിൻ്റെ അച്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ അതിലേക്ക് സേവ് തയ്യാറാക്കാനുള്ള ചെറിയ ഹോളുള്ള ചില്ലാണ് ഇട്ട് കൊടുക്കുന്നത്. നേരത്തെ കുഴച്ച് വെച്ചിരുന്ന മാവ് നമുക്കിനി ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സേവ് തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു ചട്ടി വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം എണ്ണയിലേക്ക് മാവ് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. നമ്മൾ ഒരുപാട് നേരം എണ്ണയിലിട്ടാൽ ഇത് കരിഞ്ഞു പോകും. ഒരു സൈഡ് ഫ്രൈ ആയതിനു ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുത്ത് മറ്റേ സൈഡ് കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സേവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് മിക്സറിലേക്ക് ചേർക്കാനായിട്ടുള്ള മറ്റു സാധനങ്ങൾ കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ചൂടായ എണ്ണയിലേക്ക് മിക്സ്ചറിന് ആവശ്യമായ കപ്പലണ്ടി ഇട്ട് വറുത്തെടുക്കാം. അതുപോലെ തന്നെ കറിവേപ്പിലയും വെളുത്തുള്ളി ചതച്ചതും വറ്റൽമുളകും നമുക്ക് ഇതിൽ വറുത്തെടുക്കാം. ഇനി നമുക്ക് ബൂന്തി തയ്യാറാക്കാം. അതിനായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചത് മാവിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരുപാട് തിക്കല്ലാത്തൊരു കൺസിസ്റ്റൻസിയിൽ എടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ഹോളുള്ള തവിയെടുത്ത് അതിലൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന സേവ് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ഇതുപോലെ ചെറിയ പീസുകളാക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരുന്ന സാധനങ്ങളെല്ലാം ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ടേസ്റ്റ് നോക്കുമ്പോഴേക്കും ഉപ്പ്, കായ, എരിവ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ചിപ്സ് കൂടെ ജസ്റ്റ് ക്രഷ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കാതെ തന്നെ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് വീട്ടിൽ തന്നെ മിക്സ്ചർ തയ്യാറാക്കാൻ സാധിക്കും. കൂട്ടുകാർക്കെല്ലാം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.